ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മാർക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായം 38 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭ ധ്യാന വിചിന്തനത്തിനായിട്ട് നമുക്കിന്ന് നൽകുന്നത്. സഭ 2 തരം ആത്മീയദാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്: മിസ്റ്റിക്കൽ ഗിഫ്റ്റ്സും കരിസ്മാറ്റിക് ഗിഫ്റ്റ്സും. കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, കൊറിന്തോസ് എഴുതിയ ലേഖനം 1 ലേഖനം 12 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ പറയുന്ന പ്രവചനവരത്തെക്കുറിച്ചും വിവേചനവരത്തെക്കുറിച്ചും ഭാഷാവരത്ത്, വ്യാഖ്യാനവരം, വിവേകത്തിൻ്റെ ജാലത്തിൻ്റെ വരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. അതൊരു മനുഷ്യൻ വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ കിട്ടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്ക് ആനുപാതികമായിട്ട് കിട്ടുന്നതല്ല, വിശുദ്ധിയിൽ ഒരാൾക്ക് കൊടുക്കുന്നതല്ല, മറിച്ച് വിശ്വാസമുള്ള ഒരാൾക്ക് സഭയിൽ വിനിയോഗിക്കുവാൻ, സഭാ ശുശ്രൂഷയ്ക്കായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് കൊടുക്കുന്ന ചില ദാനങ്ങളാണ്. ചില വെളിപ്പെടുത്തലുകൾ അവരിലൂടെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ആ വരങ്ങളിലൂടെ ദൈവം നടത്തുകയാണ്. അത് നിലനിൽക്കുന്ന ആകണമെന്നില്ലത്. അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായം 2 വാക്യത്തിൽ പറയുന്നത്, ദൈവദൂതന്മാരുടെ ഭാഷകൾ സംസാരിച്ചാലും പ്രവചനപരമുണ്ടായാലും സകല വിജ്ഞാനം കിട്ടിയാലും മലകളെ മാറ്റാൻ തക്കവണ്ണം വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ അതൊന്നുമല്ല എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയും. ഇതാണ് കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ്. ഇനി മിസ്റ്റിക്കൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് ചില മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്നതാണ്. കൊടുക്കുന്ന പറയുമ്പോൾ ആ മനുഷ്യർ വിശുദ്ധിയിലേക്ക് വളരാൻ, ദൈവൈക്യം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിലേക്ക് പ്രവേശിക്കുന്നു, അവരെത്തിച്ചേരുന്നു. വ്യക്തിയുടെ വിശുദ്ധിക്ക് അനുസരിച്ച് കൊടുക്കുന്ന ചില ഗിഫ്റ്റുകളാണ്, ചില ദാനങ്ങളാണ്. ആത്മവിശുദ്ധിക്കനുസരിച്ച് അവർ വിശ്വാസത്തിൻ്റെ പടിയിൽ മാത്രമല്ല, വിശ്വാസ പ്രത്യാശയിലേക്ക് അവസാനം സ്നേഹത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളാണ്. ദൈവൈക്യം, ദൈവപ്രചോദിതമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു, സംസാരിക്കുന്നു. അതുകൊണ്ടാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ വിധിക്കപ്പെടാൻ പോകുന്നത്, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിങ്ങളൊക്കെ വിധിക്കപ്പെടാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതൽ ഐക്യത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതശൈലി ഉള്ളവർക്കാണ് വാസ്തവത്തിൽ ഈ ഗിഫ്റ്റ് കൊണ്ടത്. ചിലപ്പോൾ ചിലർക്ക് കുറേ മണിക്കൂറുകളോളം ധ്യാനിക്കാൻ സാധിക്കുക, അതൊരു ഗിഫ്റ്റാണ്. ചിലർ സ്നേഹമുറിവുകളെന്ന് പറയും, പഞ്ചശതങ്ങൾ, വൂൺസ് ഓഫ് ലവ്. ചില വിശുദ്ധർക്ക്, ഫ്രാൻസിസ് അസീസി പോലുള്ള വിശുദ്ധർക്ക് കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് എക്സ്റ്റസിയാണ്, നിർവൃതിയാണ്. ചിലർക്ക് റാപ്ചർ കിട്ടിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ പാരവശ്യങ്ങൾ, ആനന്ദ പാരവശ്യം. ചില വിശുദ്ധരൊക്കെ സ്നേഹത്തിൻ്റെ പാരവശ്യങ്ങളൊക്കെ അവർ ചരിത്രത്തിൽ, അവരുടെ ജീവിതാനുഭവത്തിലൂടെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും ലൊക്കൂഷൻസ് ഉണ്ട്, പ്രത്യേക ഒരു വാക്ചാതുരി, സംസാര ശൈലി. അവർക്ക് ദർശനങ്ങൾ കിട്ടാം, വിഷൻസ്, ഇമ്പൾസസ് കിട്ടാം, ഉൾപ്രേരണ, ശക്തമായ ചില പ്രചോദനങ്ങൾ. ബൈലൊക്കേഷൻ ചിലർക്കുണ്ട്, പല സ്ഥലത്തും കാണുന്നൊരവസ്ഥ. വിശുദ്ധ മാർട്ടിൻ ടി പോറസിനെ ജീവിതാനുഭവം ബൈലൊക്കേഷൻസ് കിട്ടിയ ഒരു വ്യക്തിയാണ്. ലെവിറ്റേഷൻസ് എന്ന് പറയും, ചിലപ്പോൾ ആകാശത്തേക്ക് ഉയർന്നു പോവുക, അവരെല്ലാം മത്രേസ്യൊക്കെ കിട്ടിയ അനുഭവം. അപ്പോൾ ഇതൊക്കെ ചില മനുഷ്യർക്ക് വിശുദ്ധിയിലേക്ക് വരുമ്പോൾ ദൈവം കൊടുക്കുന്ന ചില ദാനങ്ങളാണ്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ സുവിശേഷ ഭാഗമാണ്. ഒത്തിരി പേരിങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അത് കണ്ടിട്ട് യോഹന്നാൻ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, ഞങ്ങൾ കണ്ടു നിന്റെ നാമത്തിൽ ഒത്തിരി പേര് പിശാചുക്കളെ പുറത്താക്കുന്നു, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു. ഞങ്ങൾ അവരെ തടഞ്ഞു. കാരണം അവർ പറയുന്നത്, ഞങ്ങളെ അവർ അനുസരിച്ചില്ല. അപ്പം ഞങ്ങൾ അവരെ തടഞ്ഞു. മതിലുകൾ ആവുകയാണ് ശിഷ്യന്മാർ. ഒരുപക്ഷെ പാലമാകേണ്ട ശിഷ്യന്മാർ മതിലുകളായിട്ട് മാറുന്നൊരവസ്ഥ. കാരണം എന്താണ്? ഞങ്ങളെ അവർ അനുസരിച്ചില്ല. ഞങ്ങളെ അനുസരിക്കാത്തവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളാണ്. ഞങ്ങൾ പറഞ്ഞ കേൾക്കാത്തവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളാണ്. നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും മനുഷ്യരെ തടയുന്നതാണ്. നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ല, മനസ്സിലാകാത്തതുകൊണ്ട് നമ്മുടെ ശത്രുക്കളാണ്. നമ്മൾ പറയുന്നവർ കേൾക്കുന്നില്ല, കേൾക്കാത്തവരുടെ ശത്രുക്കളാണെന്ന് വിധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ യേശു പറഞ്ഞൊരു വാക്യം ഇതാണ്: എൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനും എനിക്കെതിരെ ദൂഷണം പറയാൻ ഒരാൾ കഴിയില്ല. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ എനിക്കെതിരല്ല. എനിക്കെതിരല്ലാത്തവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് പറയുന്നൊരു ഭാഷ്യം. എന്നിട്ട് ഈശോ ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്: നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാവുക. പ്രധാനപ്പെട്ട അതാണ്. ദാനം കിട്ടാതിരിക്കുകയല്ല. ഏതു തരം ദാനമായാലും നിങ്ങൾ കിട്ടാതിരിക്കുക. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകാൻ നിങ്ങൾ പരിശ്രമിക്കുക, അത് മതി. ദാനങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒന്നാണ്. അതാണ് പ്രധാനപ്പെട്ടത്. ക്രിസ്തു പ്രചോദിതമായിട്ട് നമുക്ക്
സ്നേഹിക്കാനും സംസാരിക്കാനും സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ക്രിസ്തു പ്രചോദിതമായി. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയതയുടെ നിറവും അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. എൻ്റെ നാമത്തിൽ, ഈശോ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല. ആരാണ് അങ്ങനെ വെള്ളം കൊടുക്കുന്നത്? ക്രിസ്തുവിനുള്ളവരാവുക. ക്രിസ്തുവിനുള്ളവരായവർ അവൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തി, അതൊരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അതിൻ്റെ പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല. ദൈവപ്രചോദിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സഭയ്ക്ക് എന്ന നവീകരണം കൊണ്ടുവരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ഔന്നത്യം അനുഭവിക്കാൻ നമ്മളെ യോഗ്യരാക്കുന്നത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.